നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം 3 ലക്ഷം കടന്നതോടെ ഏവരും പകച്ചു നിൽക്കുകയാണ്. ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് വിലക്കേർപ്പെടുത്തി. തങ്ങളുടെ പൗരന്മാരോട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിലക്കും പറഞ്ഞു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇതിനോടകം സഹായവുമായി രംഗത്തെത്തി. ഇന്ത്യയുടെ സ്ഥിതി അതീവ ഗുരുതരമാണ്. അതീവ ഗുരുതരാവസ്ഥയിലേക്കാണ് ഇന്ത്യ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ച യാത്രാവിലക്കുകൾ ഇതിനോടകം തന്നെ പൂർണ്ണമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതലാണ് വിലക്ക് പ്രാബല്യത്തിൽ വന്നത്. യാത്രാവിലക്ക് പ്രഖ്യാപിച്ചതോടെ നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കാൻ നിർബന്ധിതരാകുകയാണ് പ്രവാസികൾ. യാത്രാവിലക്കിനെ തുടർന്ന് UAE തിരിച്ചെത്താതെ ആയിരങ്ങൾ നാട്ടിലും കുടുങ്ങിയിട്ടുണ്ട്. പ്രതിസന്ധി എത്ര കാലം നീണ്ടു നിൽക്കും എന്ന ആശങ്കയും ഇതിനോടകം തന്നെ പ്രവാസികൾ ശക്തമായിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിലക്ക് അനിശ്ചിതകാലത്തേക്ക് തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുകൂടാതെ നയതന്ത്ര ആരോഗ്യ ഉദ്യോഗസ്ഥർ, ഗോൾഡൻ വിസക്കാർ എന്നിവർക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് നേരിട്ടും അല്ലാതെയുമുള്ള കാർഗോ സർവീസുകൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. ഒമാൻ, സൗദി, കുവൈറ്റ് എന്നിവിടങ്ങളിലെ യാത്രാവിലക്കും എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന കാര്യം വ്യക്തമല്ല. പ്രതിസന്ധി തുടർന്നാൽ തന്നെ പലരുടെയും ജോലിയെയും ഇത് സാരമായി ബാധിക്കും. തിരികെ വരാൻ വൈകിയാൽ ജോലിക്കാരും പ്രശ്നമാകുമെന്ന് ചില കമ്പനികൾ അറിയിച്ചതായി ജീവനക്കാർ പറയുകയുണ്ടായി. ഈ സാഹചര്യം കൂടി മുൻനിർത്തിയാണ് പലരും ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്ര ഉപേക്ഷിച്ചിരിക്കുന്നത്. അതേസമയം ആയിരങ്ങളാണ് UAE എത്താൻ പറ്റാതെ നാട്ടിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് ട്രാവൽ രംഗത്തെ വിദഗ്ധർ പറയുന്നു. മെയ് 5-ന് ശേഷം പ്രതിസന്ധി തുടർന്നാൽ പ്രത്യാഘാതം വലുതായിരിക്കും. കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ട്രാൻസിറ്റ് യാത്രയും ബുദ്ധിമുട്ടായിരിക്കുകയാണ്. നേപ്പാൾ, മാലി എന്നിവ മുഖേന സൗദിയിലേക്ക് പുറപ്പെട്ടവരും ഈ ഉത്കണ്ഠയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടകം 4 ഗൾഫ് രാഷ്ട്രങ്ങളാണ് ഇന്ത്യക്ക് വിലക്കേർപ്പെടുത്തിയത്. ബഹ്റൈനും ഖത്തറും ഒഴികെ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും ഇതിനോടകം ഇന്ത്യക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബഹ്റൈൻ വഴിയോ ഖത്തർ വഴിയോ മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ട്രാൻസിറ്റ് യാത്ര ചെയ്യണമെങ്കിൽ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ നിർബന്ധമായും ഹാജരാക്കിയിരിക്കണം. ഇത്തരത്തിൽ കടുത്ത തീരുമാനങ്ങളാണ് എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കടുത്ത ആശങ്കയിലുമാണ് പ്രവാസികൾ ഏവരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.